വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അഞ്ജലി ദേവദാസ് ബയോഹബ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് എൻഡോക്രൈനോളജി ക്ലാസ് 3 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് പോകാം. ഫസ്റ്റ് നമുക്ക് പാൻക്രിയാസ് നോക്കാം. പാൻക്രിയാസ് എന്ന് പറയുന്ന ഒരു മിക്സഡ് ഗ്ലാൻഡ് ആണ്. അതായത് ഇതൊരു എക്സോക്രൈൻ ഗ്ലാൻഡായിട്ടും അതുപോലെ തന്നെ എൻഡോക്രൈൻ ഗ്ലാൻഡായിട്ട് ആക്ട് ചെയ്യും. എൻഡോക്രൈൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ആ ഒരു ഹോർമോൺ സെക്രറ്റിംഗ് ഫംഗ്ഷനാണ് കാണിക്കുന്നത്. എക്സോക്രൈൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ആ ഒരു ഡൈജസ്റ്റീവ് ഫംഗ്ഷനാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു പാൻക്രിയാസിലുള്ള ഇതാണ് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്ന് പറയുന്നത്. ഈ ഒരു ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് 2 തരത്തിലുള്ള സെൽസുകൾ ഉണ്ടാക്കും. അതിൽ 2 തരത്തിലുള്ള സെൽസുകളുണ്ട്, ആൽഫ സെൽസും അതുപോലെ തന്നെ ബീറ്റ സെൽസും. ഈ ആൽഫ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണാണ് ഗ്ലൂക്കഗൺ ആൻഡ് ബീറ്റ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഇൻസുലിൻ. ഓക്കെ, അപ്പോൾ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിൽ 2 തരത്തിലുള്ള സെല്ലുകളുണ്ട്, ആൽഫ സെൽസും അതുപോലെ തന്നെ ബീറ്റ സെൽസും. ആൽഫ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഗ്ലൂക്കഗൺ, ബീറ്റ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഇൻസുലിൻ. ഓക്കെ, ഇനി ഇൻസുലിൻ നോക്കാം. ഇൻസുലിൻ ഹെൽപ്പ് സെൽസ് അബ്സോർബ് ഗ്ലൂക്കോസ് ഫ്രം ബ്ലഡ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇൻസുലിനാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ബ്ലഡിൽ ഗ്ലൂക്കോസ് ഉണ്ടെങ്കിൽ ആ ഗ്ലൂക്കോസിനൊക്കെ സെൽസിനെ കൊണ്ട് അബ്സോർബ് ചെയ്യിക്കാൻ സഹായിക്കുന്നത് ആണ് ഇൻസുലിൻ ചെയ്യുന്നത്. ഇഫ് ഇൻസുലിൻ ഈസ് നോട്ട് പ്രൊഡ്യൂസ്ഡ് ഓർ നോട്ട് വർക്കിംഗ് പ്രോപ്പർലി ഗ്ലൂക്കോസ് ഇൻ ബ്ലഡ് ഇൻക്രീസസ്. അതായത് ആ ബ്ലഡിലുള്ള ഗ്ലൂക്കോസ് കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ് ഇൻസുലിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഇൻസുലിൻ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും, ഈ പറയുന്ന സെൽസിനെ കൊണ്ട് ബ്ലഡിലുള്ള ഗ്ലൂക്കോസിനൊക്കെ അബ്സോർബ് ചെയ്യിക്കാനായിട്ട് ആരുമില്ല പറയാൻ. ഓക്കെ, സോ ഈ ഒരു ഇൻസുലിൻ ഡെഫിഷ്യൻ്റ് ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ബ്ലഡിലുള്ള ഗ്ലൂക്കോസ് ലെവൽ കൂടും. ഓക്കെ, ആൻഡ് എക്സസ് ബ്ലഡ് ഗ്ലൂക്കോസ് ഈസ് എക്സ്ക്രീറ്റഡ് ത്രൂ യൂറിൻ. അതുപോലെ തന്നെ ധാരാളം ബ്ലഡ് ഗ്ലൂക്കോസ് ആകുമ്പോൾ അത് യൂറിൻ വഴി എക്സസ് ആകുമ്പോൾ യൂറിൻ വഴി എക്സ്ക്രീറ്റ് ആവുന്നുണ്ട്. ആൻഡ് നോർമൽ ഫാസ്റ്റിംഗ് ബ്ലഡ് ഗ്ലൂക്കോസ് ബിലോ 126 mg/100 ml. ഇപ്പോൾ സാധാരണ രീതിയിലുള്ള ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ എന്ന് പറയുന്നത് 126 mg/100 ml കുറവാണ്. ഇഫ് ഹയർ ദാൻ ദിസ്, ഇപ്പോൾ ഈ ഒരു 126 കൂടുതലാണെങ്കിൽ ഈ ഒരു കണ്ടീഷനെയാണ് എന്തെന്ന് പറയുന്നത്, ഡയബറ്റീസ് മെലിറ്റസ് എന്ന് പറയുന്നത്, അതായത് പ്രമേഹം എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ഒരു സിംറ്റംസ് നോക്കുക. ഡയബറ്റീസ് ഉള്ളവരുടെ സിംറ്റംസ് നോക്കുക. ഇൻക്രീസ്ഡ് ഹങ്കർ, ഭയങ്കര വിശപ്പായിക്കുള്ളൂ. തേഴ്സ്റ്റ് ആൻഡ് യൂറിനേഷൻ ആൻഡ് കണ്ടിന്യൂസ് ഹൈ ബ്ലഡ് ഗ്ലൂക്കോസ് ഡാമേജ് ബ്ലഡ് വെസൽസ് ലീഡിങ് ടു കോംപ്ലിക്കേഷൻ. ഓക്കെ, സോ ഈ പറയുന്ന കണ്ടിന്യൂസ് ഹൈ ബ്ലഡ് ഗ്ലൂക്കോസ് ആകുമ്പോൾ ബ്ലഡ് വെസൽസിനെയൊക്കെ ഡാമേജ് ചെയ്യുന്നുണ്ട്, കുറച്ചും കൂടി കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കും. ഓക്കെ, അപ്പം 2 തരത്തിലുള്ള ഡയബറ്റീസ് ഉണ്ട്, ടൈപ്പ് 1 ഡയബറ്റീസും അതുപോലെ തന്നെ ടൈപ്പ് 2 ഡയബറ്റീസ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്, ഈ പാൻക്രിയാസ് എന്ന് പറയുന്നത് ഒരു മിക്സഡ് ഗ്ലാൻഡാണ്. അതൊരു എക്സോക്രൈൻ ഗ്ലാൻഡായിട്ടും അതുപോലെ തന്നെ എൻഡോക്രൈൻ ഗ്ലാൻഡായിട്ടും ആക്ട് ചെയ്യും. ഈ പറയുന്ന പാൻക്രിയാസിലുള്ള ഒരു ക്ലസ്റ്റർ ഓഫ് സെൽസ് ആണ് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്ന് പറയുന്നത്. അതിൽ 2 തരത്തിലുള്ള കോശങ്ങളുണ്ട്, ആൽഫ സെൽസും അതുപോലെ തന്നെ ബീറ്റ സെൽസും. ആൽഫ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഗ്ലൂക്കോസ്, ബീറ്റ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഇൻസുലിൻ. ഇൻസുലിൻ്റെ ജോലി എന്ന് പറയുന്നത് ബ്ലഡിലുള്ള ഗ്ലൂക്കോസിൻ്റെ അളവ് കുറക്കാനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. സപ്പോസ് ഇൻസുലിൻ എങ്ങാനും കുറഞ്ഞു വന്നാൽ എന്ത് സംഭവിക്കും, ബ്ലഡിലുള്ള ഗ്ലൂക്കോസ് കൂടുകയും ഡയബറ്റീസ് മെലിറ്റസിന് കാരണമാകുകയും ചെയ്യും. ഈ ഡയബറ്റീസ് എന്ന 2 ടൈപ്പ് ഉണ്ട്, ടൈപ്പ് 1 ഡയബറ്റീസും അതുപോലെ തന്നെ ടൈപ്പ് 2 ഡയബറ്റീസ്. ടൈപ്പ് 1 ഡയബറ്റീസ് നോക്കുക. ഡ്യൂ ടു നോ ഇൻസുലിൻ പ്രൊഡക്ഷൻ, അതായത് ടൈപ്പ് 1 ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ ഇൻസുലിൻ പ്രൊഡക്ഷൻ ഇല്ലാതാവുമ്പോൾ ഉണ്ടാവുന്നൊരു അസുഖമാണ് ടൈപ്പ് 1 ഡയബറ്റീസ് എന്ന് പറയുന്നത്. കോസ്റ്റ് വെൻ ടി ലിംഫോസൈറ്റ് ഡിസ്ട്രോയ് പാൻക്രാറ്റിക് ബീറ്റ സെൽസ്. നമുക്കറിയാം ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെൽസാണ് ടി സെൽസ്. ഈ ടി ലിംഫോസൈറ്റുകൾ നമ്മളുടെ ബീറ്റ സെൽസിനെ, പാൻക്രാസിലുള്ള ബീറ്റ സെൽസിനെ നശിപ്പിക്കും. എന്ത് സംഭവിക്കും, ബീറ്റ സെൽസ് ആണല്ലോ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അന്നേരം ഇൻസുലിൻ പ്രൊഡക്ഷൻ നടക്കാതെ വരും. ഓക്കെ, അപ്പോൾ ഇതിന് ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. എന്ത് ചെയ്താൽ മതി, നമുക്ക് ഇൻസുലിൻ ഇഞ്ചെക്ട് ചെയ്താൽ മതി. ഓക്കെ, ഇഞ്ചെക്ട് ഇൻസുലിൻ ആസ് മെഡിസിൻ. ഓക്കെ, ഇനി ടൈപ്പ് 2 ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻസുലിൻ ഈസ് പ്രൊഡ്യൂസ്ഡ് ബട്ട് സെൽസ് കനോട്ട് യൂസ് ഇറ്റ് പ്രോപ്പർലി. ഇൻസുലിൻ സാധാരണ രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷേ പ്രശ്നം എന്താണ്, സെൽസിന് അതിന് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. കോസസ് കാരണം എന്താണ്, ഒബേസിറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും ജനറ്റിക് ഫാക്ടേഴ്സ് കൊണ്ടാണ്. ഇത് നമുക്ക് എക്സസൈസും ഹെൽത്തി ഫുഡ് മെഡിസിൻസ് ഒക്കെ ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ ടൈപ്പ് 1 ഡയബറ്റീസ് ഉണ്ട്, ടൈപ്പ് 2 ഡയബറ്റീസ് ഉണ്ട്. ടൈപ്പ് 1 ഡയബറ്റീസ് ഉണ്ടാവാൻ കാരണം എന്താണ്, ടി ലിംഫോസൈറ്റ് ബീറ്റ സെൽസിനെ നശിപ്പിച്ച് കളയുമ്പോൾ ഇൻസുലിൻ ഉണ്ടാവുന്നില്ല. ഓക്കെ, ടൈപ്പ് 2 എന്ന് പറയുമ്പോൾ എന്താണ്, ടൈപ്പ് 2 ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷേ സെൽസ് അത് യൂസ് ചെയ്യുന്നില്ല. അത് എക്സസൈസും കുറച്ച് മെഡിസിൻസ് ഒക്കെ കഴിച്ചാൽ ശരിയാവുന്നതാണ്. ടൈപ്പ് 1 ഡയബറ്റീസ് കൺട്രോൾ ചെയ്യാനായിട്ട് ഇൻസുലിൻ ഇഞ്ചെക്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇനി അടുത്തതാണ് ഗ്ലൂക്കഗൺ. ഗ്ലൂക്കഗൺ സെക്രീറ്റ് ചെയ്യുന്നത് ആൽഫ സെൽസ് ആണ്. ഇതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ബ്ലഡിലുള്ള ഗ്ലൂക്കോസിൻ്റെ അളവ് കൂട്ടാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ് ഗ്ലൂക്കഗൺ എന്ന് പറയുന്നത്. ഇറ്റ് ആക്ട് ഓൺ ലിവർ സെൽസ്, അതായത് ഹെപ്പറ്റോസൈറ്റ്സിൽ ആക്ട് ചെയ്യുന്നുണ്ട്. അവിടെ വെച്ചിട്ട് ഇവർക്ക് കുറേ ബ്ലഡിൽ ഇങ്ങനെ ഗ്ലൂക്കോസ് കൂട്ടാനാണ് ഇവർ മെയിനായിട്ട് ചെയ്യുന്നത്. അതിനുവേണ്ടി ഇവർ ലിവറിൽ ചെല്ലാം
അവിടെ ലിവറിൽ ഇങ്ങനെ ഗ്ലൈക്കജൻ സ്റ്റോറേജ് ഉണ്ടാകും. ആ ഗ്ലൈക്കജനൊക്കെ ബ്രേക്ക് ഡൗൺ ചെയ്ത് ഗ്ലൂക്കോസ് റിലീസ് ചെയ്യിക്കും. അങ്ങനെ ബ്ലഡിലുള്ള ഷുഗറിൻ്റെ അളവ് കൂട്ടും, അതായത് ഹൈ ബ്ലഡ് ഷുഗർ ആക്കും. ആ ഒരു അവസ്ഥയാണ് ഹൈപ്പർ ഗ്ലൈസീമിയ എന്ന് പറയുന്നത്. സോ ഈ ഒരു ഗ്ലൂക്കഗണാണ് എന്ത് ചെയ്യുന്നത്, ബ്ലഡിലുള്ള ഗ്ലൂക്കോസ് ലെവൽ കൂട്ടുന്നത്. ഓക്കെ, അത്രയും കിട്ടിയോ? ഇനി ഈ വേൾഡ് ഡയബറ്റീസ് ഡേ എന്ന് പറയുന്നത് November 14th ആണ്. സോ വേൾഡ് ഡയബറ്റീസ് ഡേ ആണ് November 14 എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു സിമ്പിളാണ് ബ്ലൂ സർക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഗ്ലോബൽ യൂണിറ്റി ഫോർ ഡയബറ്റീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം റോൾ ഓഫ് ഇൻസുലിൻ ആൻഡ് ഗ്ലൂക്കഗൺ. ഇൻസുലിൻ എന്ന് പറയുന്നത് ബീറ്റാ സെൽസിൽ നിന്നാണ് ഉണ്ടാവുന്നത്. ഹെൽപ്പ് സെൽസ് അബ്സോർബ് ഗ്ലൂക്കോസ്. ഇൻസുലിൻ ആണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ഗ്ലൂക്കോസ്, ബ്ലഡിലുള്ള ഗ്ലൂക്കോസിനെ സെൽസിനെ കൊണ്ട് അബ്സോർബ് ചെയ്യിക്കുന്നത്. ഗ്ലൂക്കോസിനെ എവിടെ കണ്ടാലും അപ്പോൾ തന്നെ അതിനെ ഗ്ലൈക്കജൻ ആക്കി കൺവേർട്ട് ചെയ്ത് ലിവറിൽ സ്റ്റോർ ചെയ്ത് വെക്കും, അല്ലെങ്കിൽ മസിൽസിലൊക്കെ ആക്കി വെക്കും. ആൻഡ് ദിസ് ഇറ്റ് റെഡ്യൂസ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ. അങ്ങനെ ബ്ലഡിലുള്ള ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ് ഇൻസുലിൻ എന്ന് പറയുന്നത്. നേരെ മറിച്ച് ഗ്ലൂക്കഗൺ ആണെങ്കിലോ അത് ആൽഫാ സെൽസ് ഉണ്ടാക്കുന്നതാണ്. എവിടെ ഈ പറയുന്ന ഗ്ലൈക്കജന് അല്ലെങ്കിൽ എന്ത് ഇത് കണ്ടാലും ഗ്ലൂക്കോസിനെ വേണം. അതിന് ഈ ഗ്ലൈക്കജനെ കണ്ടാൽ ഗ്ലൈക്കജനിൽ നിന്ന് അപ്പം തന്നെ കൺവേർട്ട് ചെയ്ത് ഗ്ലൂക്കോസ് ഉണ്ടാക്കും. ഗ്ലൈക്കോജീനോലൈസിസ് എന്ന് പറയുമ്പോൾ തന്നെ ബ്രേക്ക് ഡൗൺ ആണ്. അതായത് ഗ്ലൈക്കജനെ പൊട്ടിച്ച് അതിൽ നിന്ന് ഗ്ലൂക്കോസ് റിലീസ് ചെയ്യിക്കും ബ്ലഡിലേക്ക്. അങ്ങനെ ബ്ലഡിലുള്ള ഗ്ലൂക്കോസിന് അളവ് കൂട്ടുന്ന ആളാണ് ഗ്ലൂക്കഗൺ എന്ന് പറയുന്നത്. പ്രൊഡ്യൂസസ് ഗ്ലൂക്കോസ് ഫ്രം അമിനോ ആസിഡ്സ് ആൻഡ് ഫാറ്റ്സ്. അതുപോലെ തന്നെ ഫാറ്റിലും അമിനോ ആസിഡ്സിലൊക്കെ അവിടെ നിന്നൊക്കെ ഗ്ലൂക്കോസ് പ്രൊഡ്യൂസ് ചെയ്യിക്കും ഗ്ലൂക്കോനിയോജനസിസ് വഴി. ഓക്കെ, അങ്ങനെ മാക്സിമം ബ്ലഡിലുള്ള ഗ്ലൂക്കോസ് കൂട്ടാൻ നോക്കുന്ന ആൾക്കാരാണ് ഗ്ലൂക്കഗൺ. ബ്ലഡിലുള്ള ഗ്ലൂക്കോസിന് അളവ് കുറയ്ക്കുന്ന ആൾക്കാരാണ് ആര്, ഇൻസുലിൻ എന്ന് പറയുന്നത്. അത്ര ഓക്കെ അല്ലേ? ഈ ഗ്ലൂക്കഗൺ സ്റ്റിമുലേറ്റ് ഗ്ലൈക്കജൻ ബ്രേക്ക് ഡൗൺ ഇൻക്രീസ് ബ്ലഡ് ഗ്ലൂക്കോസ്. അപ്പോൾ ഗ്ലൂക്കഗൺ ആണ് എന്ത് ചെയ്യുന്നത്, ഗ്ലൈക്കജനെ പൊട്ടിച്ച് ബ്ലഡ് ഗ്ലൂക്കോസ് കൂട്ടുന്നത്. അതുകൊണ്ട് ഇതൊരു ഹൈപ്പർ ഗ്ലൈസമിക് ഹോർമോൺ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഹൈപ്പർ ഗ്ലൈസമിക് ഹോർമോൺ ആണ് ഗ്ലൂക്കഗൺ എന്ന് പറയുന്നത്. ഇറ്റ് പ്രൊമോട്ട് റിലീസ് ആൻഡ് യൂസ് ഓഫ് ഗ്ലൂക്കോസ് ബൈ സെല്ലുകളെ കൊണ്ട് എന്താണ്, ഇറ്റ് പ്രൊമോട്ട് റിലീസ് ആൻഡ് യൂസ് ഓഫ് ഗ്ലൂക്കോസ് ബൈ സെൽസ്. ഓക്കെ, ഇനി അടുത്തത് ഇൻസുലിൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അതൊരു ഹൈപ്പോഗ്ലൈസമിക് ഹോർമോൺ. അപ്പോൾ ഹൈപ്പർ ഗ്ലൈസമിക് ഹോർമോൺ ആണ് ഗ്ലൂക്കഗൺ. ഹൈപ്പോഗ്ലൈസമിക് ഹോർമോൺ എന്ന് പറയുന്നത് ഇൻസുലിൻ ആണ്. കാരണം ബ്ലഡ് ഗ്ലൂക്കോസ് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യും. സ്റ്റിമുലേറ്റ് സെൽസ് ടു അബ്സോർബ് ആൻഡ് സ്റ്റോർ ഗ്ലൂക്കോസ്. അതായത് സെല്ലുകളെ കൊണ്ട് ഈ പറയുന്ന ഗ്ലൂക്കോസിനെ അബ്സോർബ് ചെയ്തിട്ട് ഇത് സ്റ്റോർ ചെയ്ത് ഇങ്ങനെ വെക്കും. മനസ്സിലായി? ഇപ്പോൾ ലിവറിൽ ചെന്നിട്ടൊക്കെ ആണെങ്കിലും ഈ പറയുന്ന ഗ്ലൂക്കോസ് ഉണ്ടെങ്കിൽ അതിനെ ഗ്ലൈക്കജനാക്കി സ്റ്റോർ ചെയ്യിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും. കൺവേർട്ട് ഗ്ലൂക്കോസ് ഇൻറ്റു ഗ്ലൈക്കജൻ, അതായത് ഗ്ലൈക്കോജനസിസിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ആൻഡ് മൂവ് ഗ്ലൂക്കോസ് ഫ്രം ബ്ലഡ്, ലിവർ പ്ലസ് അഡിപ്പോസ് ടിഷ്യൂ ആൻഡ് ബ്ലഡ് ഷുഗർ ഡിക്രീസസ്. അപ്പോൾ ബ്ലഡ് ഷുഗർ ഡിക്രീസ് ചെയ്യുന്ന എങ്ങനെയാണ്, ഗ്ലൂക്കോസ് ബ്ലഡിലുണ്ടെങ്കിൽ അതിനപ്പം തന്നെ ലിവറിലേക്ക് ചെന്ന് അവിടെ ഗ്ലൈക്കജൻ രൂപത്തിൽ സ്റ്റോർ ചെയ്ത് വെക്കും. അന്നേരം ബ്ലഡിലുള്ള ബ്ലഡ് ഷുഗർ എന്താ ചെയ്യുന്നത്, കുറയുന്നുണ്ട്. ഓക്കെ, അതായത് ഗ്ലൂക്കഗന് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ പറയുന്ന ഇൻസുലിൻ വർക്ക് ചെയ്യുന്നത്. ഇനി ഡയബറ്റീസ് മെലിറ്റസ് എന്ന് പറഞ്ഞാൽ കണ്ടീഷൻ ഓഫ് പെർസിസ്റ്റന്റ് ഹൈപ്പർ ഗ്ലൈസീമിയ. അതായത് ബ്ലഡിലുള്ള ഗ്ലൂക്കോസ് എപ്പോഴും ഇങ്ങനെ ഭയങ്കര ഹൈ ആയിട്ടിരിക്കുന്ന ആ ഒരു അവസ്ഥ, അതായത് ഇതിന് കൂടുതലായിരിക്കുള്ളൂ. അതാണ് ഡയബറ്റീസ് മെലിറ്റസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എക്സസ് ഗ്ലൂക്കോസ് ഇൻ യൂറിൻ പ്ലസ് കീറ്റോൺ ബോഡീസ് അപ്പിയേഴ്സ്. സിംറ്റംസ് ഗ്ലൂക്കോസ് ഇൻ യൂറിൻ, അതായത് യൂറിനിലൊക്കെ ധാരാളം ഗ്ലൂക്കോസ് ആകുമ്പോൾ യൂറിൻ വഴി ഗ്ലൂക്കോസ് പോകും. പിന്നെ കീറ്റോൺ ബോഡീസ്, ആസിഡോസിസ്, ഇതൊക്കെയാണ് അതിൻ്റെ സിംറ്റംസ് എന്ന് പറയുന്നത്. ട്രീറ്റ്മെന്റ് എന്ന് വെച്ചാൽ ജസ്റ്റ് ഇൻസുലിൻ ഉപയോഗിച്ചാൽ മതി. ഓക്കെ, ഇനി കീറ്റോൺ ബോഡി ഇറ്റ് ഈസ് ഫോംഡ് ഡ്യൂറിങ് ഫാറ്റ് ബ്രേക്ക് ഡൗൺ ഡ്യൂ ടു ഇൻസുലിൻ ഡെഫിഷ്യൻസി. അപ്പോൾ ഇൻസുലിൻ ഡെഫിഷ്യൻ്റ് ആവുന്ന സമയത്ത് ഫാറ്റ് ബ്രേക്ക് ഡൗണിൻ്റെ ഫലമായിട്ടുണ്ടാവുന്നതാണ് കീറ്റോൺ ബോഡീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് കോസസ് ആസിഡോസിസ്. ഓക്കെ, ഈ ഒരു കീറ്റോൺ ബോഡീസ് എന്ന് പറഞ്ഞാൽ അത് എന്താണ്, ഈ കീറ്റോൺ ബോഡീസ് എന്ന് പറയുമ്പോൾ ഫാറ്റി ആസിഡ് ഓക്സിഡേഷൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ഒരു വാട്ടർ സോലുബിൾ മോളിക്യൂളാണ് ഈ പറയുന്ന കീറ്റോൺ ബോഡീസ് എന്ന് പറയുന്നത്. അത് എവിടെയാണ് ഫോം ചെയ്യുന്നത്, ലിവർ മൈറ്റോകോൺട്രിയയിലാണ് ഫോം ചെയ്യുന്നത്. ടൈപ്സ് ഓഫ് കീറ്റോൺ ബോഡീസ് എന്ന് പറയുന്നതാണ് അസറ്റിക് ആസിഡ് എന്ന് പറയും. അത് പ്രൈമറി കീറ്റോൺ ബോഡിയാണ്. പിന്നെ അതുപോലെ തന്നെ ബീറ്റ ഹൈഡ്രോക്സി ബ്യൂട്ടറേറ്റ്, അസറ്റോൺ, ഇതൊക്കെ എന്താണ്, ടൈപ്സ് ഓഫ് കീറ്റോൺ ബോഡീസ് ആണ്. ഓക്കെ, അപ്പോൾ ഈ കീറ്റോ ബോഡി ഉണ്ടാവാനുള്ള മെയിൻ കാരണം ഇപ്പോൾ ഡയബറ്റീസ് മെലിറ്റസിൻ്റെ സമയത്ത് ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റാർവേഷൻ, നമ്മൾ കുറേ നേരം എക്സസൈസ് ഒക്കെ ചെയ്യുമ്പോൾ ലോ കാർബോഹൈഡ്രേറ്റ് ഡയറ്റ്, അന്നേരമൊക്കെ എന്ത് സംഭവിക്കുന്നുണ്ട്, കീറ്റോ ബോഡി ഫോർമേഷൻ നടക്കുന്നുണ്ട്. ഇനി അടുത്തത് നമുക്ക് ടെസ്റ്റിസ് നോക്കാം. 2 മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ഇൻസൈഡ് സ്ക്രോട്ടൽ സാക്ക്.
ഇതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുമ്പോൾ ടെസ്റ്റീസ് എന്ന് പറയുമ്പോൾ എന്താണ് റീപ്രൊഡക്റ്റീവ് ഓർഗൻ ആണ്, സ്പേം പ്രൊഡ്യൂസ് ചെയ്യുന്നതും. അതുപോലെ തന്നെ ടെസ്റ്റീസ് എന്ന് പറയുന്ന ഒരു എൻഡോക്രൈൻ ഗ്ലാൻഡായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. കുറേ ഹോർമോൺ സെക്രീഷൻ അതിൻ്റെ പാർട്ടാണ്. ഈ ടെസ്റ്റീസ് എന്ന് പറയുമ്പോൾ ധാരാളം കമ്പാർട്ട്മെൻ്റ് ഉണ്ട്. അതായത് സെമിനിഫറസ് 250 കമ്പാർട്ട്മെൻറ്റുകളുണ്ട് ഈ ടെസ്റ്റീസിൻ്റെ ഉള്ളിൽ. ആ ഓരോ കമ്പാർട്ട്മെൻറ്റിനെ നമ്മൾ സെമിനിഫറസ് ട്യൂബ്യൂൾസ് എന്ന് പറയും. ഈ സെമിനിഫറസ് ട്യൂബിളിൻ്റെ ഉള്ളിലാണ് സ്പേം പ്രൊഡക്ഷൻ നടക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ സെമിനിഫറസ് ട്യൂബിളിൻ്റെ പുറത്തായിട്ട് എന്താണ് കുറച്ച് സ്പേസ് ഉണ്ട്, അതാണ് ഇൻഡസ്ട്രിഷ്യൽ സ്പേസ്. അവിടെ കാണുന്ന സെല്ലുകളാണ് ഇൻഡസ്ട്രിഷ്യൽ സെൽ അഥവാ ലേഡിക് സെൽസ്. ഈ ലേഡിക് സെൽസുകൾ സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണാണ് എന്തെന്ന് പറയുന്നത്, ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി ടെസ്റ്റീസിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ. ടെസ്റ്റീസ് എന്ന് പറയുമ്പോൾ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ആണ്, അതുപോലെ തന്നെ അതൊരു എൻഡോക്രൈൻ ഗ്ലാൻഡ് ആയിട്ടും ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഈ ടെസ്റ്റീസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻസൈഡ് സ്ക്രോട്ടൽ സാക്ക്. സ്ക്രോട്ടൽ സാക്കിലാണ് ഉള്ളത്. ടെസ്റ്റീസ് ഉണ്ടാക്കിയിരിക്കുന്ന സെമിനിഫറസ് ട്യൂബിളിലാണ്. സെമിനിഫറസ് ട്യൂബിളിനുള്ളിലാണ് സ്പെർമാറ്റോജെനസിസ് അഥവാ സ്പേം പ്രൊഡക്ഷൻ നടക്കുന്നത്. ഓക്കെ, ഇനി ഈ പറയുന്ന ഇൻഡസ്ട്രീഷ്യൽ സെൽസ്, അതായത് സെമിനിഫറസ് ട്യൂബിളിൻ്റെ പുറത്തായിട്ടുള്ള ഇൻഡസ്ട്രീഷ്യൽ സെല്ലുകൾ അഥവാ ലേഡിക് സെൽസുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണിൻ്റെ പേരാണ് ആൻഡ്രജൻ. ഈ ആൻഡ്രജൻ എന്ന് പറയുന്നത്, ആൻഡ്രജൻ്റെ മെയിൻ ആൻഡ്രജൻ ആണ് ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്നത്. ഇവരാണ് മെയിനായിട്ട് എന്ത് ചെയ്യുന്നത്, മെയിൽ അസസറി ഓർഗൻസിൻ്റെ ഡെവലപ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുന്നത്. മെയിൽ അസസറി ഓർഗനുകളാണ് എപ്പിഡൈഡമൈസ്, വാസ് ഡിഫറൻസ്, സെമിനൽ വെസിക്കിൾ, പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്. ഇതൊക്കെ എന്താണ്, ഇതൊക്കെ മെയിൽ അസസറി ഓർഗൻസ് ആണ്. ഇതിൻ്റെയൊക്കെ ഡെവലപ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് ടെസ്റ്റോസ്റ്റിറോൺ. അതുപോലെ തന്നെ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ്, അതായത് ബോഡി, ഹെയർ ഫോർമേഷൻ, ബേർഡ്, താടി ഉണ്ടാവുക, അവരുടെ ആ ഒരു ഡീപ്പ് വോയിസ്, മസിൽ ഗ്രോത്ത്, ഇതിനെങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ സ്പേമിൻ്റെ ഫോർമേഷനൊക്കെ സ്റ്റിമുലേറ്റ് ചെയ്യിക്കുന്നത് ആരാണ്, ഈ പറയുന്ന ടെസ്റ്റോസ്റ്റിറോൺ ഉള്ളത് കൊണ്ടാണ്. ഓക്കെ, ഇനി അടുത്തത് ഓവറി. ഓവറി എന്ന് പറയുമ്പോൾ ഫീമെയിൽ ഗോണാഡാണ്. ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ അബ്ഡോമിനൽ ക്യാവിറ്റി. ഇതും ഓവറീസ് എന്ന് പറയുന്നതും പ്രൈമറി റീപ്രൊഡക്റ്റീവ് ഓർഗനാണ്. അതായത് എഗ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഓവറി എന്ന് പറയുന്നത്. ഈ ഒരു ഓവറിയും എൻഡോക്രൈൻ ഗ്ലാൻഡായിട്ട് ആക്ട് ചെയ്യാറുണ്ട്. അതായത് ഓവറിയൻ ഹോർമോൺസുകൾ ഓവറി പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് ഓവറിയൻ ഹോർമോൺസ്? ഈസ്ട്രജൻ നമുക്കറിയാം. ഓവറീസ് എന്താണ്, ഈ ഒരു ഓവറിയൻ ഫോളിക്കിൾസ് ഇല്ലേ, ഗ്രോയിങ് ഫോളിക്കിൾസ്, ഈ ഒരു ഓവറിയൻ ഫോളിക്കിൾസ് സെക്രീറ്റ് ചെയ്യുന്ന ഒരു ഹോർമോണാണ് ഈസ്ട്രജൻ എന്ന് പറയുന്നത്. അത് നമ്മളുടെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസിൻ്റെ ഡെവലപ്മെൻറ്റ്, ഫീമെയിലിൻ്റെ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടർ ഡെവലപ്മെൻറ്റിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്കറിയാം ഈ പറയുന്ന ഓവറിയൻ ഫോളിക്കിൾ മെച്ചുവറായിട്ട് ഗ്രാഫിയൻ ഫോളിക്കിളായിട്ട് മാറും. ഈ ഗ്രാഫിയൻ ഫോളിക്കിൾ പൊട്ടിയിട്ട് എന്താണ്, ഗ്രാഫിയൻ ഫോളിക്കിൾ കോർപ്പസ് ലൂറ്റിയമായിട്ട് കൺവേർട്ട് ചെയ്യാറുണ്ട്. ആ കോർപ്പസ് ലൂറ്റിയം സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണിൻ്റെ പേരാണ് എന്ത്, പ്രൊജസ്ട്രോൺ എന്ന് പറയുന്നത്. ഈ പ്രൊജസ്ട്രോൺ മെയിനായിട്ട് എന്താണ്, ഇതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പ്രഗ്നൻസിൻ്റെ സമയത്ത് പ്രഗ്നൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്, ഈ ഇംപ്ലാന്റേഷന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതായത് യൂട്രസിനെ ഇംപ്ലാന്റേഷൻ ചെയ്യാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മിൽക്ക്, മാമറി ഗ്ലാൻഡിൽ നിന്ന് മിൽക്ക് സെക്രീറ്റ് ചെയ്യാനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പ്രൊജസ്ട്രോൺ എന്ന് പറയുന്നത് മെയിനായിട്ട് പ്രഗ്നൻസി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹോർമോണാണ്. അപ്പോൾ നമുക്ക് എന്താണ് പഠിക്കാനുള്ളതെന്ന് വെച്ചാൽ ഗൊണാഡ്സിലുള്ള ഹോർമോൺ, അതായത് ടെസ്റ്റീസ് പറയുമ്പോൾ ടെസ്റ്റീസിലുള്ള ഹോർമോണാണ് ടെസ്റ്റോസ്റ്റിറോൺ. അതുപോലെ ഓവറി എന്ന് പറയുമ്പോൾ ഓവറിയിലുള്ള ഹോർമോൺസിലാണ് ഈസ്ട്രജനും പ്രൊജസ്ട്രോണും. ഓക്കെ, അത് ഓർത്ത് വയ്ക്കുക. ഇനി ഗൊണാഡ്സ് മാത്രമല്ല, നമ്മുടെ ഹാർട്ട്, കിഡ്നി, അതുപോലെ തന്നെ ഡൈജസ്റ്റീവ് സിസ്റ്റം, ഇവരൊക്കെ ഹോർമോൺസുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഹാർട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് ANF, അതായത് ഏട്രിയൽ നാട്രി യൂററ്റിക് ഫാക്ടർ ആണ് ഹാർട്ട് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺ. അത് നമ്മുടെ ഹാർട്ടിൻ്റെ ഏട്രിയൽ വാൾ സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺ ആണ് ഏട്രിയൽ നാട്രി യൂററ്റിക് ഫാക്ടർ ANF എന്ന് പറയുന്നത്. അതിൻ്റെ മെയിൻ ഫങ്ഷൻ എന്താണ്, അതായത് ഈ പറയുന്ന ബ്ലഡ് പ്രഷർ BP കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ANF എന്ന് പറയുന്നത്. അതിനുവേണ്ടി എന്ത് ചെയ്യും, ബ്ലഡ് വെസൽസിനൊക്കെ അങ്ങോട്ട് ഡയലേറ്റ് ചെയ്യുമ്പോൾ ആ ഒരു ബ്ലഡ് പ്രഷർ കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് എന്ത്, ഏട്രിയൽ നാട്രി യൂററ്റിക് ഫാക്ടർ ANF എന്ന് പറയുന്നത്. നമ്മളുടെ ഹാർട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന, ഹാർട്ടിൻ്റെ ഏട്രിയൽ വാള് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ ആണ്. ഇനി കിഡ്നി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണിൻ്റെ പേരാണ് എറിത്രോപോയിറ്റിൻ. അതൊരു പെപ്റ്റൈഡ് ഹോർമോൺ ആണ്. ഈ എറിത്രോപോയിറ്റിൻ എന്ന് പറയുന്നത് നമ്മളുടെ ജസ്റ്റാഗ്ലോമറൽ സെൽസ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺ ആണ് എറിത്രോപോയിറ്റിൻ എന്ന് പറയുന്നത്. മെയിനായിട്ട് RBC ഫോർമേഷൻ സ്റ്റിമുലേറ്റ് ചെയ്യിക്കുന്നത് അതായത് RBC എറിത്രോപോയസിസ്, RBCയുടെ ഫോർമേഷനെ സ്റ്റിമുലേറ്റ് ചെയ്യിക്കുന്നതാണ് എറിത്രോപോയിറ്റിൻ ചെയ്യുന്നത്.
ഓക്കെ, അപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? പാൻക്രിയാസ് എന്ന് പറയുമ്പോൾ പാൻക്രിയാസിൽ ഐലറ്റ്സ് ഓഫ് ലാംഗ്രഹാൻസിൽ 2 സെൽസുകളുണ്ട്, ആൽഫ സെൽസുകളും അതുപോലെ തന്നെ ബീറ്റ സെൽസും. ഈ ബീറ്റ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ ആണ് ഇൻസുലിൻ. ആൽഫ സെൽസ് ആണെങ്കിൽ ഗ്ലൂക്കഗൺ. ഇൻസുലിൻ എന്ന് പറയുന്നത് ബ്ലഡിലുള്ള ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയ്ക്കുന്ന ആളാണ്. നമ്മളതിനെ ഹൈപ്പോഗ്ലൈസിമിക് ഹോർമോൺ എന്ന് പറയും. ഗ്ലൂക്കഗൺ ആണെങ്കിൽ ബ്ലഡിലുള്ള ഗ്ലൂക്കോസിൻ്റെ അളവ് കൂട്ടാൻ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് നമ്മൾ അവരെ ഹൈപ്പർ ഗ്ലൈസിമിക് ഹോർമോൺ എന്ന് പറയും. പിന്നെ നമ്മൾ പറഞ്ഞ എന്താണ്? ഗൊണാഡ്സ് പറഞ്ഞു. ഗൊണാഡ്സ് എന്ന് പറയുമ്പോൾ ടെസ്റ്റീസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഹോർമോണാണ് ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറഞ്ഞു. ഈ ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്നത് നമ്മളുടെ അതാരാ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? നമുക്കറിയാം, ഈ ടെസ്റ്റീസിൽ സെമിനിഫറസ് ട്യൂബ്യൂൾസിൻ്റെ ഉള്ളിൽ സെമിനിഫറസ് ട്യൂബ്യൂൾസിൻ്റെ പുറത്തായിട്ട് എന്താണ് ഇൻഡസ്ട്രീഷ്യൽ സെൽസുകളുണ്ട്. ഈ ഇൻഡസ്ട്രീഷ്യൽ സെൽസുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണാണ് ഈ പറയുന്ന ആൻഡ്രജൻ അഥവാ ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്നത്. പിന്നെ നമ്മളുടെ ഫീമെയിൽസ്, അതായത് ഫീമെയിൽസ് നോക്കുകയാണെങ്കിൽ അവർക്ക് ഓവറിയൻ ഹോർമോൺസുകളുണ്ട്. ഈ ഓവറിയൻ ഹോർമോൺസുകളാണ് ഈസ്ട്രജനും അതുപോലെ തന്നെ പ്രൊജസ്ട്രോൺ. പിന്നെ ഹാർട്ടാണെങ്കിൽ ഹാർട്ടിൽ ഉള്ളതാണ് ഏട്രിയൽ നേട്രിയൂററ്റിക് ഫാക്ടർ എന്ന് പറയുന്നത്. പിന്നെ നമ്മളുടെ കിഡ്നി ആണെങ്കിൽ എറിത്രോപോയിറ്റിൻ, അതാണ് എറിത്രോപോയിസിനെ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ ഹോർമോൺസുകൾ ഫസ്റ്റ് നോക്കാം. ഗ്യാസ്ട്രിൻ, ഇത് സെക്രീറ്റഡ് ബൈ സ്റ്റൊമക് ഗ്ലാൻഡ്. അപ്പോൾ സ്റ്റൊമക് ഗ്ലാൻഡുകൾ സെക്രീറ്റ് ചെയ്യുന്ന ഒരു ഹോർമോണാണ് ഗ്യാസ്ട്രിൻ എന്ന് പറയുന്നത്. അതെന്താ ചെയ്യുന്നത്? HCl സെക്രീഷൻ, പെപ്സിനോജൻ്റെ സെക്രീഷനൊക്കെ സ്റ്റിമുലേറ്റ് ചെയ്യിക്കുന്ന ആളാണ് ഗ്യാസ്ട്രിൻ എന്ന് പറയുന്നത്. ഇനി സെക്രീറ്റിൻ എന്ന് പറയുന്നത് ഡിയോഡിനം സെക്രീറ്റ് ചെയ്യുന്നതാണ്. ഡിയോഡിനം സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണാണ് സെക്രീറ്റിൻ. അപ്പോൾ സ്റ്റൊമക് ഗ്ലാൻഡുകൾ സെക്രീറ്റ് ചെയ്യുന്നത് ഗ്യാസ്ട്രിൻ ആണ്. ഡിയോഡിനം സെക്രീറ്റ് ചെയ്യുന്നതാണ് സെക്രീറ്റിൻ എന്ന് പറയുന്നത്. ഈ സെക്രീറ്റിൻ എന്താ ചെയ്യുന്നത്? നേരെ പോയി നമ്മളുടെ പാൻക്രിയാസിൽ, എക്സോക്രൈൻ പാൻക്രിയാസിൽ ആക്ട് ചെയ്യും. അങ്ങനെ കുറേ ബൈകാർബണേറ്റും അതുപോലെ തന്നെ വാട്ടറിൻ്റെ സെക്രീഷനൊക്കെ സ്റ്റിമുലേറ്റ് ചെയ്യും. അതായത് ആൽക്കലൈൻ ജ്യൂസിൻ്റെ സെക്രീഷനെ സ്റ്റിമുലേറ്റ് ചെയ്യിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ സെക്രീറ്റിൻ ആണ് എന്ത് ചെയ്യുന്നത്? ആൽക്കലൈൻ ജ്യൂസുകളൊക്കെ അതിൻ്റെ സെക്രീഷൻസിനൊക്കെ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് കോളിസിസ്റ്റോകൈനിൻ, CCK എന്ന് പറയും. അത് ഡിയോഡിനം സെക്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഡിയോഡിനം സെക്രീറ്റ് ചെയ്യുന്ന 2 ആൾക്കാർ നമ്മൾ പറഞ്ഞു. സെക്രീറ്റിനും ഉണ്ട്, കോളിസിസ്റ്റോകൈനിൻ CCK എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഗ്യാസ്ട്രിൻ എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റൊമക് ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്നതാണ് ഗ്യാസ്ട്രിൻ. അത് HCl-ൻ്റെയും പെപ്സിനോജൻ്റെയും സെക്രീഷനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ആളാണ്. സെക്രീറ്റിൻ എന്ന് പറയുന്നത് എന്തിൻ്റെ സെക്രീഷനാണ്? അതായത് നമ്മുടെ ഡിയോഡിനം സെക്രീറ്റ് ചെയ്യുന്നതാണ് സെക്രീറ്റിൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഡിയോഡിനം സെക്രീറ്റ് ചെയ്യുന്ന വേറൊരു ഹോർമോണാണ് കോളിസിസ്റ്റോകൈനിൻ എന്ന് പറയുന്നത്. അതെന്താ ചെയ്യുന്നത്? ഇറ്റ് സ്റ്റിമുലേറ്റ് പാൻക്രിയാസ് ടു റിലീസ് ഡൈജസ്റ്റീവ് എൻസൈം. ഈ കോളിസിസ്റ്റോകൈനിൻ എന്താ ചെയ്യുന്നത്? പാൻക്രിയാസിൽ ചെന്നിട്ട് അവിടെ നിന്ന് ഡൈജസ്റ്റീവ് എൻസൈമിൻ്റെ റിലീസിനെ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കും. അതുപോലെ തന്നെ ഗാൾ ബ്ലാഡറിനെ കൊണ്ട് ബൈല് സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കും. ബൈല് റിലീസ് ചെയ്യാനായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കും. ഓക്കെ, പിന്നെ ഉള്ളത് ഗ്യാസ്ട്രിക് ഇൻഹിബിറ്ററി പെപ്റ്റൈഡ്. അതും ഡിയോഡിനം സെക്രീറ്റ് ചെയ്യുന്നതാണ്. അതെന്താ ചെയ്യുന്നത്? ഇറ്റ് ഇൻഹിബിറ്റ് ഗ്യാസ്ട്രിക് ജ്യൂസ് സെക്രീഷൻ. ഗ്യാസ്ട്രിക് ജ്യൂസ് സെക്രീറ്റ് ചെയ്യുന്ന, അതുകൊണ്ടാണ് ആ പേരിൽ തന്നെ ഗ്യാസ്ട്രിക് ഇൻഹിബിറ്ററി. അപ്പോൾ ഗ്യാസ്ട്രിക് ജ്യൂസിൻ്റെ സെക്രീഷനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് ഗ്യാസ്ട്രിക് ഇൻഹിബിറ്ററി പെപ്റ്റൈഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലെ കുറച്ച് ഹോർമോൺസുകളാണ് ഗ്യാസ്ട്രിൻ, സെക്രീറ്റിൻ, കോളിസിസ്റ്റോകൈനിൻ, അതുപോലെ തന്നെ ഗ്യാസ്ട്രിക് ഇൻഹിബിറ്ററി പെപ്റ്റൈഡ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഗ്യാസ്ട്രിൻ എന്ന് പറയുന്നത് അതാണ് എന്ത് ചെയ്യുന്നത്? ഗ്യാസ്ട്രിൻ എന്ന് പറയുമ്പോൾ HCl, പെപ്സിനോജൻ അതിൻ്റെ സെക്രീഷനെ സ്റ്റിമുലേറ്റ് ചെയ്യും. സെക്രീറ്റിൻ എന്താ ചെയ്യുന്നത്? കുറച്ച് വാട്ടർ ബൈകാർബണേറ്റിൻ്റെ സെക്രീഷനെ സ്റ്റിമുലേറ്റ് ചെയ്യും. കോളിസിസ്റ്റോകൈനിൻ എന്താ ചെയ്യുന്നത്? അത് പാൻക്രിയാസിൽ ചെന്ന് നമ്മളുടെ ഡൈജസ്റ്റീവ് എൻസൈം റിലീസ് ചെയ്യാനും അതുപോലെ തന്നെ ഗാൾ ബ്ലാഡറിൽ നിന്ന് ബൈല് സ്റ്റിമുലേറ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നതാണ് കോളിസിസ്റ്റോകൈനിൻ ചെയ്യുന്നത്. ഗ്യാസ്ട്രിക് ഇൻഹിബിറ്ററി പെപ്റ്റൈഡ് എന്താ ചെയ്യുന്നത്? ഗ്യാസ്ട്രിക് ജ്യൂസിൻ്റെ സെക്രീഷനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഈ ഒരു ക്ലാസ്സിൽ. താങ്ക് യു.